ആൾവാസമൊന്നുമില്ലാത്ത വിജനമായ സ്ഥലത്തു നിന്നും ഏകദേശം ഒരു 18-19 വയസ്സ് പ്രായം വരുന്ന പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടുകിട്ടുന്നു. ആ പെൺകുട്ടിക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ആരാണ് അവളുടെ കൊലപാതകത്തിന് പിന്നിൽ എന്നൊക്കെ അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥനായ വിവേക് എത്തുകയാണ്. വിവേക് കണ്ടുപിടിക്കുന്നത് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. എങ്കിൽ നമുക്ക് വദന്തി എന്ന തമിഴ് വെബ് സീരീസിന്റെ ആദ്യത്തെ സീസണിന്റെ കഥ നോക്കിയാലോ? രണ്ടാമത്തെ സീസണിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ കുറച്ച് പേർ കമന്റ് ഇട്ടിരിക്കുന്ന കണ്ടു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും മറക്കരുതേ. എങ്കിൽ നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുന്നത് ഒരു എഴുത്തുകാരനെ കാണിച്ചുകൊണ്ടാണ്. അയാൾ ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഡിസ്ക്ലൈമറായി പറയുന്നത് ഇതിൽ പറയുന്ന കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമല്ല എന്ന്. ആ സീൻ അവിടെ കട്ടായി സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലൊക്കേഷൻ നോക്കി എത്തുന്ന ഡയറക്ടറിനെയും പ്രൊഡ്യൂസറിനെയുമാണ് കാണിക്കുന്നത്. രണ്ടുപേർക്കും സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അതേസമയം തന്നെയായിരുന്നു അവിടെ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിടക്കുന്നത്. അത് കാണുന്ന പ്രൊഡ്യൂസറും ഡയറക്ടറും ആർട്ട് ഡയറക്ടർ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ദേ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നായികയുടെ ഡെഡ് ബോഡി ശരിയാക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ആർട്ട് ഡയറക്ടർ വരുന്നത്. ആർട്ട് ഡയറക്ടർ ആണെങ്കിലോ ഇതെന്താ ഇവിടെ ഒരു ബോഡി കിടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നു. നീ സെറ്റ് ചെയ്തതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നുള്ള കാര്യമാണ് ആർട്ട് ഡയറക്ടർ പറയുന്നത്. അതേ സമയമായിരുന്നു അവരുടെ സിനിമയിൽ അഭിനയിക്കുവാനായി വന്നിരുന്ന നായികയായിട്ടുള്ള മമതയെ കാണാനില്ല എന്നുള്ള വിവരം കിട്ടുന്നത്. അതോടുകൂടി ആ കിടക്കുന്നത് യഥാർത്ഥ ഡെഡ് ബോഡിയാണെന്നും അത് മമതയുടേതാണെന്നും അവരങ്ങ് ഉറപ്പിച്ചു. കാരണം കിടക്കുന്ന ഡെഡ് ബോഡിക്ക് മുഖം വ്യക്തമല്ല, നന്നായിട്ട് അഴുകിയിരുന്നു. ഈ ഒരു വിവരം പോലീസിനെ അറിയിക്കുകയാണ്. പോലീസ് അവിടെ നിന്നും ഡെഡ് ബോഡിയും കൊണ്ടുപോകുന്നു. എന്നാൽ അതേ സമയമാണ് ഡയറക്ടർക്കൊക്കെ ഒരു കോൾ വരുന്നത്. വിളിച്ചതാണെങ്കിലോ മമതയാണ്. കാരണം പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയത് അത് സിനിമാ നടിയായിട്ടുള്ള മമതയാണെന്ന് സംശയമുള്ളത് കൊണ്ട് തന്നെ അത് ന്യൂസിൽ ആകെ വ്യാപിച്ചു. ആ ന്യൂസ് കണ്ടിട്ടാണ് മമത വിളിച്ചിരിക്കുന്നത്. എന്താ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ന്യൂസ് കൊടുത്തിരിക്കുന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ ചെറിയ പ്രശ്നമായതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം മമത പറയുന്നു. അപ്പോൾ മമതയല്ല എന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ആരായിരിക്കും എന്നുള്ള ചോദ്യം അവിടെ വരികയാണ്. ആ ഒരു കേസ് അന്വേഷിക്കുവാനായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനിക്കുന്നു. പെൺകുട്ടിയുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുവാനായും കൊണ്ടുപോവുകയാണ്. ഡോക്ടർ പറയുന്നത് ഈ ഒരു പെൺകുട്ടിക്ക് ഏകദേശം ഒരു 19-20 വയസ്സ് പ്രായം വരും. കഴുത്തിൽ എന്തോ കൊണ്ട് ഇറുക്കിയത് കൊണ്ടാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. രണ്ട് കൈയും രണ്ട് കാലും കെട്ടിയിട്ടുണ്ട്. അതിന്റെ അടയാളങ്ങളും ദേഹത്തുണ്ട്. മാത്രവുമല്ല നല്ല മുറിവുകളുമുണ്ട്. പെൺകുട്ടിക്ക് റേപ്പ് അറ്റംപ്റ്റ് ഒന്നും നടന്നിട്ടില്ല എന്നുള്ള കാര്യവും ഡോക്ടർ പറയുന്നു. ആരായിരിക്കും ഈ ഒരു പെൺകുട്ടി, എന്തായിരിക്കും അവൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ വരികയാണ്. ആ ഒരു സീൻ അവിടെ കട്ടായി ആരാണ് ഈ ഒരു പെൺകുട്ടി എന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അവളുടെ പേരാണ് വെറോണിക്ക. ദേ അവളുടെ അടുത്ത് നിൽക്കുന്ന ആ സ്ത്രീയില്ലേ, അവരാണ് വെറോണിക്കയുടെ അമ്മ. രണ്ടുപേരും കൂടി ചർച്ചിൽ വന്നതായിരുന്നു. ചർച്ചിൽ ഗിത്താർ വായിക്കുന്ന പയ്യനാണ് റോഹൻ. റോഹനാണെങ്കിലോ വെറോണിക്കയെ തന്നെ നോക്കി നിൽക്കുകയാണ്. കാരണം ഈ റോഹന് വെറോണിക്കയെ ഒരുപാട് ഇഷ്ടമാ. ഇതുവരെയായിട്ടും ആ ഒരു ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞിട്ടേയില്ല. എന്നാൽ അതെല്ലാം മനസ്സിലാക്കുന്ന വെറോണിക്ക അവനെയും നോക്കുന്നുണ്ട്. ആ സീൻ അവിടെ കട്ടായി വെറോണിക്കയെ കാണുവാൻ വേണ്ടിയിട്ട് റോഹൻ പോവുകയാണ്. റോഹന്റെ കൂട്ടുകാരനും ചേരുന്നുണ്ട് അവന്റെ കൂടെ. നീ എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ വെറോണിക്ക എന്നോട് അവളുടെ വീട്ടിൽ വരാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോകുന്നെന്നായിരുന്നു റോഹന്റെ മറുപടി. ഇത്ര പെട്ടെന്നോ അവൾ നിന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു എന്ന് കൂട്ടുകാരന് അത്ഭുതവും. രണ്ടുപേരും എത്തിയിരിക്കുന്നത് ഏഞ്ചൽ ലോഡ്ജിന് മുന്നിലാണ്. വെറോണിയുടെ അമ്മ നടത്തുന്നതാണ് ഈ ഒരു ഏഞ്ചൽ ലോഡ്ജ്. ലോഡ്ജിന്റെ പിൻവാതിൽ വെറോണി തുറന്നു കൊടുക്കുന്നു. അതുവഴി ആരും അറിയാതെ റോഹനാണെങ്കിൽ അകത്തേക്ക് കടക്കുകയാണ്. വെറോണി അവനെയും കൂട്ടി ടെറസിലേക്ക് പോകുന്നു. എന്നിട്ട് റോഹന്റെ കയ്യിലുള്ള ഗിത്താർ വാങ്ങിച്ച് വായിക്കുവാനായും തുടങ്ങി. റോഹനാണെങ്കിലോ ഗിത്താർ വായിക്കുവാനായിട്ട് അവൾക്ക് പഠിപ്പിച്ചും കൊടുക്കുന്നു. അങ്ങനെ അവൾ ഗിത്താർ വായിക്കുകയാണ്. വെറോണിക്ക് ഗിത്താർ ഒരുപാട് ഇഷ്ടമാ. അതുകൊണ്ട് തന്നെ ഗിത്താർ വായിച്ചതിൽ അവൾക്ക് ഒരുപാട് സന്തോഷവുമുണ്ട്. റോഹനോട് അവൾ നന്ദിയും പറയുന്നു. ഇങ്ങനെ പറഞ്ഞാൽ പോരാ എന്ന് പറഞ്ഞ് തന്റെ കവിള് കാണിച്ചു കൊടുക്കുകയാണ് റോഹൻ. വെറോണി അവന് ഉമ്മയും കൊടുക്കുന്നു. രണ്ടുപേരും അവിടെ ഇരുന്ന് കിസ് ചെയ്യുവാനായും ആരംഭിക്കുകയാണ്. ഇത് റോഹന്റെ കൂട്ടുകാരൻ കാണുന്നു. അന്നേ ദിവസം രാത്രി ലോഡ്ജിലെ തന്നെ കിച്ചണിൽ നിന്ന് എന്തോ വേവിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു വെറോണി. അപ്പോൾ അവിടേക്ക് ഒരു പയ്യൻ വരികയാണ്. അവന്റെ പേര് ടോണി എന്നായിരുന്നു. ടോണിയാണെങ്കിലോ വെറോണിയോട് കതക് തുറക്കുവാനായും ആവശ്യപ്പെടുന്നു. എന്നാൽ വെറോണിയാണെങ്കിലോ കതക് തുറക്കാതെ അവൾ വീണ്ടും അത് ക്ലോസ് ചെയ്ത് കളയുകയാണ്. അത് കാണുന്ന ടോണിക്ക് വല്ലാതെ ദേഷ്യം വരും. വെറോണി എല്ലാ പരിപാടിയും കഴിഞ്ഞ് പഠിക്കുവാനായി ഇരിക്കുന്ന സമയത്ത് ദേ അവിടേക്കും ടോണി വരുന്നുണ്ട്.
വെറോണി, നീ എന്നോട് ക്ഷമിക്ക്. ഞാൻ കുടിച്ചിട്ട് വന്നതുകൊണ്ടല്ലേ നീ കതക് തുറക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് ടോണി ക്ഷമ ചോദിക്കുന്നു. അതേസമയം വെറോണിയുടെ അമ്മ അവിടേക്ക് വരികയാണ്. എന്തിനാ നീ ഇവനോട് ദേഷ്യം കാണിക്കുന്നത്? നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാണ് ടോണി. അതുകൊണ്ട് ആ ഒരു റെസ്പെക്റ്റ് ഒക്കെ കാണണമെന്ന് അമ്മ പറഞ്ഞിട്ട് പോകുന്നു. വെറോണിക്കാണെങ്കിലോ ആ ഒരു കല്യാണത്തിന് ഒട്ടും തന്നെ താല്പര്യമേ ഇല്ല. എന്നെ ഫോഴ്സ് ചെയ്തല്ലേ ഈ ഒരു മാരേജിന് നിങ്ങൾ സമ്മതിപ്പിച്ചത് എന്നൊക്കെ വെറോണി അമ്മയോട് ചോദിക്കുന്നുണ്ട്. നീ അങ്ങനെ കല്യാണത്തിന് സമ്മതിച്ചില്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ നിന്നെക്കുറിച്ച് നാട്ടുകാർ എന്തായിരിക്കും പറയുക എന്നുള്ളത് നിനക്ക് ഓർമ്മയുണ്ടോ? നിന്നെ മോശമായിട്ടാ ഇവിടെ ഓരോരുത്തരും പറയുന്നതെന്നായിരുന്നു അമ്മയുടെ മറുപടി. ഓക്കെ ഓക്കെ, അത് വിട്ടുകള, ഞാൻ എന്തായാലും സമ്മതിച്ചല്ലോ എന്നായിരുന്നു വെറോണി പറയുന്നത്. അടുത്ത ദിവസം രാവിലെ വെറോണിയെ കോളേജിൽ കൊണ്ടാക്കാമെന്നും ടോണി പറഞ്ഞിട്ട് പോകുന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ വെറോണിയുടെ അമ്മയാണെങ്കിൽ ആകെ പ്രശ്നമുണ്ടാക്കുകയാണ്. ലോഡ്ജിലുള്ള ഒരുത്തനാണെങ്കിലോ ഇതുവരെയും വാടക കൊടുത്തിട്ടേയില്ല. അയാളുടെ സാധനമെല്ലാം പുറത്ത് പറക്കി വെച്ചിട്ട് റൂമും പൂട്ടിയെടുത്തിരിക്കുന്നു. അതേസമയമായിരുന്നു കോളേജിലേക്ക് പോകുവാനായിട്ട് വെറോണി പുറത്തേക്ക് ഇറങ്ങുന്നതും. വെറോണിയെ കണ്ടതും ബാക്കിയുള്ള ലോഡ്ജിലുള്ളവരെല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കുന്നു. മാത്രമല്ല, വെറോണിയുടെ അമ്മ വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവനും വെറോണിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. എല്ലാവർക്കും വെറോണിക്ക് മേൽ ഒരു കണ്ണുണ്ടായിരുന്നു. അങ്ങനെ വെറോണി പുറത്തേക്ക് വന്ന് ടോണിക്കൊപ്പം ബൈക്കിൽ കയറി പോവുകയാണ്. അതേസമയം ബസ് സ്റ്റോപ്പിൽ റോഹനും ഉണ്ടായിരുന്നു. റോഹന് വെറോണിയൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. വന്ന ബസ്സിൽ അവൾ കയറി പോകും. ആ ബസ്സിന് പിന്നാലെ ഓടിയ റോഹൻ ബസ്സിലേക്ക് തന്നെ കയറുകയാണ്. എന്നിട്ട് അവളോട് ആരും അറിയാത്ത രീതിയിൽ ആംഗ്യത്തിലൂടെ സോറിയും പറയുന്നുണ്ട്. എന്താണ് ഇവർക്കിടയിൽ നടന്നതെന്ന് കാണിക്കുന്നതേയില്ല. ആ സീൻ അവിടെ കട്ടായി പ്രസന്റ് സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. വെറോണിയുടെ മുഖമൊന്നും വ്യക്തമല്ലല്ലോ. അതുകൊണ്ട് പോലീസുകാരാണെങ്കിൽ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് സ്കെച്ചും വരച്ചെടുക്കുന്നു. കറക്റ്റ് വെറോണിയുടെ രൂപം തന്നെ അവർ വരച്ചെടുത്തിരിക്കുക. അതേസമയം റോഹനെയാണ് കാണിക്കുന്നത്. റോഹൻ അടുത്തേക്ക് എത്തുന്ന കൂട്ടുകാരൻ, നീ വെറോണിയെ കണ്ടിട്ട് എത്ര ദിവസമായെന്ന് ചോദിക്കുമ്പോൾ കുറേ ദിവസമായിന്ന് റോഹൻ മറുപടി പറയുന്നു. എങ്കിൽ ദേ നോക്കിയെന്ന് പറഞ്ഞിട്ട് ന്യൂസ് പേപ്പർ എടുത്ത് കാണിക്കുകയാണ്. അതിൽ വെറോണിയുടെ സ്കെച്ച് ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ആരാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ പരസ്യം കൊടുത്തിരുന്നത്. വെറോണിക്ക് എന്തോ സംഭവിച്ചു എന്നുള്ള കാര്യം റോഹന് മനസ്സിലായി. അവിടെ നിന്നും കൂട്ടുകാരൻ നേരെ എത്തുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ആ ഒരു പത്രത്തിലുണ്ടായിരുന്ന പെൺകുട്ടി വെറോണിയാണ്. അവളെ കാണാതായിട്ട് കുറച്ച് ദിവസമായി എന്നുള്ള കാര്യവും കൂട്ടുകാരൻ പയ്യൻ പറയുന്നു. അവൻ എന്തിനാണ് ഇപ്പോൾ സ്റ്റേഷനിൽ വന്നിങ്ങനെ പറഞ്ഞതെന്നാൽ, ആരാണ് ഈ പെൺകുട്ടി എന്ന് പറയുന്നവർക്ക് പാരിതോഷികമുണ്ടെന്ന് പത്രത്തിൽ കൊടുത്തിരുന്നു. അതുകൊണ്ട് കാശിന് വേണ്ടിയിട്ടാണ് അവൻ ഇപ്പോൾ ഇങ്ങനെ വന്ന് പറഞ്ഞിരിക്കുന്നതും. നിന്നെ പോലെ കുറച്ചുപേരും രാവിലെ വന്ന് പറഞ്ഞിരുന്നു. ഞാൻ എന്തായാലും അന്വേഷിക്കട്ടെ, സത്യമാണോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വെറോണിയെ കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് അവളുടെ വീട്ടിലേക്ക് വിളിക്കുന്നു. വെറോണിയെ കാണാതായിട്ട് 3-4 ദിവസമായിന്ന് വിളിക്കുമ്പോൾ പോലീസുകാരന് മനസ്സിലാകും. അതോടുകൂടി അത് വെറോണിയാണെന്ന് പോലീസുകാർ ഉറപ്പിക്കുന്നു. വെറോണിയുടെ അമ്മയെ പോലീസുകാർ വിളിച്ചു വരുത്തുകയാണ്. അമ്മയ്ക്കൊപ്പം ടോണിയും ഉണ്ടായിരുന്നു. ഡെഡ് ബോഡി കയറി നോക്കിയ ടോണി അത് വെറോണിയാണെന്ന് ഉറപ്പിക്കും. ടോണി ആകെ തകർന്നു പോകുന്നു. തന്റെ ഒരേ ഒരു മകൾ മരിച്ചുപോയതോർത്ത് അമ്മയും പൊട്ടിക്കരയുകയാണ്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ ടോണിയെ ചോദ്യം ചെയ്യും. വെറോണിയെ കാണാതായിട്ട് എത്ര ദിവസമായെന്ന് ചോദിക്കുമ്പോൾ 3-4 ദിവസമായി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അവൾ അവളുടെ ആന്റിയുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിറങ്ങിയത്. 7 മണിക്ക് എന്നോട് വന്ന് കൂട്ടിക്കൊണ്ടു വരണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ 7 മണിയായിട്ടും അവൾ എന്നെ വിളിച്ചില്ല. എന്നാൽ അവൾ അവിടെ തങ്ങുമെന്നാണ് ഞങ്ങൾ കരുതിയത്. വെറോണയുടെ അമ്മയ്ക്ക് അങ്ങനെ തങ്ങുന്നതൊന്നും ഒട്ടും ഇഷ്ടമേ അല്ല. എങ്കിലും ഞാൻ രാവിലെ പോയി വിളിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആന്റി പിന്നീട് എന്നോടൊന്നും ചോദിച്ചതുമില്ല. അടുത്ത ദിവസം രാവിലെ ആയിട്ടും അവൾ വന്നതുമില്ല. എന്നാൽ അടുത്ത ദിവസം ആന്റിയെ വിളിച്ച് ചോദിച്ചപ്പോൾ വെറോണി അവിടെ ചെന്നിട്ടില്ല എന്നാണ് ആന്റി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വെറോണിയെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു. പക്ഷെ അവൾ എവിടെ പോയെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷെ പോയവൾ ഇങ്ങനെ വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്ന് പറഞ്ഞ് ടോണി പൊട്ടിക്കരയും. എന്താ നിങ്ങൾ വെറോണിയെ കാണാതായിട്ട് കേസൊന്നും കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ, ഇതുപോലെ മുൻപും അവൾ പോയിട്ടുണ്ട്. പോയിട്ട് പിറ്റേ ദിവസം അവൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കംപ്ലൈന്റ് ഒന്നും കൊടുക്കാതിരുന്നത്. അഥവാ അടുത്ത ദിവസമെങ്കിലും വരുമെന്ന് ഞങ്ങൾ കരുതിയെന്ന് പറഞ്ഞിട്ട് ടോണി കരയുന്നു. ടോണി അവർക്ക് നല്ല സംശയമുണ്ടായിരുന്നു. എങ്കിലും ആശ്വസിപ്പിച്ചാണ് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. അങ്ങനെ വെറോണിയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. അവിടേക്ക് പോലീസ് ഉദ്യോഗസ്ഥനും എത്തുന്നു. വെറോണിയുടെ ആന്റിയും അവിടെ ഉണ്ടായിരുന്നു. ആന്റിയോട് വെറോണിയെ കുറിച്ചുള്ള കാര്യം ചോദിക്കും. വെറോണി അവിടെ ഞായറാഴ്ച വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, വെറോണി എന്നെ കാണുവാൻ വന്നിട്ട് വർഷങ്ങളായി. ഇതുവരെയും അവൾ അവിടേക്ക് വന്നിട്ടില്ല. അവളുടെ അമ്മയ്ക്ക് അത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാ കൂടുതലും അവൾ വരാതിരുന്നത്. അഥവാ അവൾ വരുന്നെങ്കിൽ എന്നെ മുൻപേ വിളിച്ചിട്ടേ വരൂ. അവൾ അങ്ങനെ വിളിച്ചതുമില്ല, എന്റെ വീട്ടിലേക്ക് വന്നിട്ടുമില്ല എന്ന് പറഞ്ഞ് ആന്റി പൊട്ടിക്കരയും. ഈ ഒരു വിവരമെല്ലാം പോലീസ് ഉദ്യോഗസ്ഥൻ ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചറിയിക്കുകയാണ്. അങ്ങനെ വെറോണിയുടെ ശവസംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. പള്ളിയിൽ നിന്ന് വരുന്ന ടോണിയെ പോലീസുകാർ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നേരെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ലോഡ്ജിലേക്കും. അവിടെ കൊണ്ടുവന്ന് ടോണിയെ ഒരുപാട് തല്ലുന്നു. സത്യം പറയടാ, നീയല്ലേ ആ പെൺകുട്ടിയെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് ടോണി പറയുന്നുണ്ട്.
ആ സീൻ എവിടെ കട്ടായി രാവിലെ ജോഗിങ്ങിന് പോകുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. അയാളുടെ അടുത്ത് മറ്റൊരാൾ വന്നിട്ട്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ക്രൈം നോക്കിയേ, കന്യാകുമാരിക്കടുത്ത് ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടി, 2 ദിവസമായിട്ടും ആ ഒരു കാര്യം ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് വെറോണിയുടെ ന്യൂസ് എടുത്ത് കാണിക്കുന്നു. അത് മറ്റാരുമല്ല, ചീഫ് ജസ്റ്റിസായ വിശ്വനാഥനായിരുന്നു. മറ്റൊരാൾ നമ്മുടെ നാടിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് പറയുന്നത് കേട്ട വിശ്വനാഥൻ ഉടനെ തന്നെ SP വിളിച്ചിട്ട് വെറോണിയുടെ കേസ് എത്രയും വേഗം തെളിയിക്കണമെന്നും ആവശ്യപ്പെടുന്നു. ആ സീൻ അവിടെ കട്ടായി പോലീസ് ഉദ്യോഗസ്ഥനായ വിവേകിനെയാണ് കാണിക്കുന്നത്. വിവേക് ഇന്റലിജന്റും സത്യസന്ധനുമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. വിവേകിന് ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട്. ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വിവേക് വീട്ടിലേക്ക് എത്തുമ്പോൾ തന്റെ വീട്ടിലേക്കൊന്ന് പോകണമെന്നും അമ്മയെ ഒന്ന് കാണണമെന്നും ഭാര്യ പറയുന്നു. അതിനു വേണ്ടിയിട്ട് വിവേകിനെ ലീവ് എടുപ്പിക്കുന്നു. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു SP വിവേകിനെ വിളിക്കുന്നത്. എന്നിട്ട് വെറോണിയുടെ കേസിനെ കുറിച്ചുള്ള കാര്യം പറയും. ഞാൻ എന്തായാലും എന്റെ ഭാര്യ വീട്ടിൽ പോകുവാനായി നിൽക്കുകയാണെന്ന് പറയുമ്പോൾ, അത് വേറൊരു ദിവസം പോകാം, എന്തായാലും ഇത് അത്യാവശ്യമാണ്, ഈ ഒരു കേസ് നീ ഏറ്റെടുക്കണം, ഓഫീസിലേക്ക് വരണമെന്നും SP ആവശ്യപ്പെടുന്നു. വിവേകിന് ആകെ ടെൻഷൻ. വിവേക് ഈ ഒരു വിവരം ഭാര്യയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഭാര്യയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. അങ്ങനെ നേരെ സ്റ്റേഷനിലേക്കും എത്തുന്നുണ്ട്. ആദ്യം കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് രാമൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. രാമനാണെങ്കിൽ കേസ് ഫയൽ വിവേകിന് കൈമാറുന്നു. രണ്ടുപേരും ചേർന്നാണ് പിന്നീട് അങ്ങോട്ട് കേസ് അന്വേഷിക്കുന്നതും. രാമൻ വെറോണിയെ കുറിച്ച് പറയുന്നത് അവൾക്ക് ഏകദേശം ഒരു 19 വയസ്സൊക്കെ പ്രായം വരൂ, പക്ഷേ ആൺകുട്ടികളുമായിട്ട് വലിയ കമ്പനിയാണ് എന്നുള്ള രീതിയിലൊക്കെ വെറോണിയെ മോശമായിട്ട് സംസാരിക്കുന്നു. എന്നാൽ അത് കേൾക്കുമ്പോൾ വിവേകിന് വല്ലാതെ ദേഷ്യം വരികയാണ്. അവിടെ നിന്നും വിവേകിനെ രാമൻ നേരെ കൊണ്ടുപോകുന്നത് ലോഡ്ജിലേക്കാണ്. അവിടെ ടോണി ഉണ്ടല്ലോ. ടോണിയോട് വിവേക് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. എന്നാൽ ടോണി പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. നിങ്ങൾ ആരോ കള്ളം പറയുകയാണ്. ഒന്നീ വെറോണി കള്ളം പറഞ്ഞതാകാം, അല്ലെങ്കിൽ നീ കള്ളം പറയുന്നു, അല്ലെങ്കിൽ അവളുടെ ആന്റി കള്ളം പറയുന്നതാകാം, അത് ഞങ്ങൾ കണ്ടുപിടിച്ചോളാമെന്ന് പറയുകയാണ്. മാത്രവുമല്ല, വെറോണിയുടെ ഡെഡ് ബോഡിയുടെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ പരിശോധിച്ചു നോക്കുന്നു. അതിനുശേഷം നേരെ എത്തുന്നത് വെറോണിയുടെ അമ്മ നടത്തുന്ന ലോഡ്ജിലേക്കാണ്. അവിടെ വെറോണിക്ക് വേണ്ടിയിട്ട് പ്രയറും നടക്കുന്നുണ്ട്. അവരെ ആരെയും ശല്യം ചെയ്യാതെ വെറോണിയുടെ റൂമിലേക്കാണ് വിവേക് എത്തുന്നത്. അവിടെ മാഗി പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഗിത്താറിന്റെ സ്ട്രിങ്ങും കിട്ടുന്നു. അതുമായിട്ട് നേരെ വെറോണിയുടെ അമ്മയ്ക്കടുത്തേക്ക് എത്തുന്ന വിവേക് വെറോണി ആരുമായിട്ടെങ്കിലും പ്രണയത്തിലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, അവൾ കാണാൻ നല്ല പെൺകുട്ടിയാ, അതുകൊണ്ട് ഒരുപാട് പയ്യന്മാർ അവളുടെ പിന്നാലെ നടക്കുമായിരുന്നു, അവളും അവരോടൊക്കെ ഫ്രീ ആയിട്ട് സംസാരിക്കും, നാട്ടുകാർ അവളെക്കുറിച്ച് മോശമായിട്ടൊക്കെ പറയുന്നത് കൊണ്ടാണ് ഞാൻ അവളുടെ വിവാഹം ഉറപ്പിക്കുവാനായിട്ടും തീരുമാനിച്ചത്, ടോണി നല്ല പയ്യനാ, അതുകൊണ്ടാണ് ടോണിയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചത് എന്നുള്ള കാര്യമാണ് വെറോണിയുടെ അമ്മ പറയുന്നത്. അല്ല, വെറോണി അന്നേ ദിവസം ഇവിടെ നിന്ന് പോയപ്പോൾ അവളുടെ ആന്റിയെ വിളിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ആന്റിയെ വിളിച്ചില്ല, ഞാൻ സർപ്രൈസ് ആയിട്ട് ആന്റിയെ കാണാൻ പോവുകയാണെന്നാണ് വെറോണി പറഞ്ഞത്, ടോണിയെ കൂട്ടിന് കൊണ്ടുപോകുവാനായിട്ട് പറഞ്ഞിട്ട് പോലും അവൾ കേട്ടില്ല, ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം, അപ്പോൾ ടോണി വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് വെറോണി ഇവിടെ നിന്ന് പോയതെന്ന് പറഞ്ഞ് അമ്മ പൊട്ടിക്കരയുന്നു. വിവേകിനെ ടെക്നിക്കലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പയ്യനുണ്ട്. ആ പയ്യന്റെ കയ്യിൽ വെറോണിയുടെ ഫോട്ടോയും ഫോൺ നമ്പറും ഏൽപ്പിച്ച വിവേക് ഞായറാഴ്ച ദിവസത്തെ വെറോണിയുടെ കോൾ ഡീറ്റെയിൽസ് എല്ലാം എടുക്കണമെന്നും ആവശ്യപ്പെടുന്നു. അതേസമയം വെറോണിയുടെ ഫോട്ടോ കണ്ട ആ പയ്യനാണെങ്കിൽ, ഈ പെൺകുട്ടി മരിച്ചു പോയല്ലോ, ഇവളുടെ വീഡിയോ ആണ് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലുള്ളതെന്നും പറഞ്ഞ് വീഡിയോ കാണിക്കുന്നു. അത് ടിക്ടോക്കിൽ വെറോണി ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ വീഡിയോ ഷെയർ ചെയ്ത് വാങ്ങുകയാണ് വിവേക്. അതിനുശേഷം നേരെ പോകുന്നത് വെറോണിയുടെ ഡെഡ് ബോഡി കിടന്ന സ്ഥലത്തേക്കും. ഇതൊരു വിജനമായ സ്ഥലമാണല്ലോ, ഇവിടെ എങ്ങനെയായിരിക്കാം ആ പെൺകുട്ടി വന്നെത്തിപ്പെട്ടിട്ടുണ്ടാവുക? ഒന്നുകിൽ ആരോ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ പരിചയമുള്ള ആരോടൊപ്പമോ അവൾ വന്നിട്ടുണ്ടാവും. അതായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക. എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ വല്ലാത്ത കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് വിവേക്. അതേസമയം വരുന്ന വഴിയിൽ ഒരു പാറയിൽ നിന്നും വെറോണിയുടെ ഡ്രസ്സിന്റെ ഒരു കഷ്ണം കിട്ടുന്നു. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ്. ആ ഒരു സീൻ അവിടെ കട്ടായി എഴുത്തുകാരനായിട്ടുള്ള നാസറിനെ കാണിക്കുന്നു. നാസറിനെയാണ് കഥ തുടങ്ങുമ്പോൾ കാണിക്കുന്നത്. നാസറിന് എങ്ങനെയാണ് വെറോണിയെ പരിചയമെന്നതാണ് കാണിക്കുന്നത്. നാസറാണെങ്കിലോ തന്റെ കഥയെഴുത്തുമായി ബന്ധപ്പെട്ട് ഏഞ്ചൽ ലോഡ്ജിൽ വന്നാണ് റൂം എടുക്കുന്നത്. അതായത് വെറോണിയുടെ അമ്മ നടത്തുന്ന ലോഡ്ജിൽ. അവിടെ വന്ന് റൂം എടുക്കുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് കാറ്റ് കയറുന്ന റൂമായിരിക്കണം, നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ കഴിയുന്ന റൂമായിരിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ നിലയിലെ റൂമാണ് അയാൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അതേസമയമായിരുന്നു കോളേജിൽ പോയിട്ട് വെറോണി തിരികെ വരുന്നത്. വെറോണിയോട് നാസറിന്റെ റൂമൊക്കെ കാണിച്ചു കൊടുക്കുവാനായിട്ടും ആവശ്യപ്പെടുകയാണ്. അങ്ങനെ വെറോണി നാസറിന്റെ റൂമൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നു. വെറോണിയാണെങ്കിലോ എല്ലാവരോടും സംസാരിക്കുന്ന ടൈപ്പല്ലേ. നാസറിനോടും ഒരുപാട് സംസാരിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അന്നേ ദിവസം രാത്രി നാസർ കഥ എഴുതുവാനായി ഇരിക്കും. അതേസമയം വെറോണിയും അമ്മയും കൂടി വലിയ വഴക്ക് നടക്കുകയാണ്. വഴക്കെല്ലാം കഴിഞ്ഞ് വെറോണി ടെറസിലേക്ക് എത്തുമ്പോഴോ അവിടെ നാസർ നിൽക്കുന്നുണ്ട്. എന്താ അമ്മയുമായിട്ടുള്ള പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ, അത് എപ്പോഴും ഉള്ളതാണ്, എന്റെ 6 വയസ്സിലാണ് അച്ഛൻ മരിച്ചുപോയത്, അന്നു മുതൽ അമ്മ ഇങ്ങനെയാണ്,
അതെല്ലാം മാറുമെന്നുള്ള കാര്യം നാസർ പറയുമ്പോൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. അമ്മ എന്നെ ഇപ്പോൾ കല്യാണം കഴിപ്പിക്കുവാനായി നോക്കുകയാ. എനിക്കാണെങ്കിലോ ആ ടോണിയെ ഒട്ടും ഇഷ്ടമേ അല്ല. ടോണിയെ വിവാഹം കഴിച്ചാൽ ഞാൻ അമ്മയ്ക്കൊപ്പം നിൽക്കണം. അമ്മയ്ക്കൊപ്പം നിൽക്കാതിരിക്കാൻ ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാൻ ഞാൻ റെഡിയാ. പക്ഷേ ടോണിയെ കെട്ടിയാൽ അമ്മയ്ക്കൊപ്പം നിൽക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ് ടോണി എനിക്ക് ഇഷ്ടമല്ലാത്തത്. അമ്മയിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് നിങ്ങൾ എന്നെ പ്രപ്പോസ് ചെയ്താലും ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാനും റെഡിയാണെന്നായിരുന്നു അവളുടെ മറുപടി. അത് കേട്ടതും നാസർ ഷോക്കായി പോകും. വെറോണി പൊട്ടിച്ചിരിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടായി വിവേകിനെയാണ് കാണിക്കുന്നത്. വിവേക് ഇപ്പോൾ വന്നിരിക്കുന്നത് വെറോണിയുടെ ഫോട്ടോ ആദ്യം പത്രത്തിൽ നിന്നും ഐഡന്റിഫൈ ചെയ്ത പയ്യനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. അതായത് റോഹന്റെ കൂട്ടുകാരൻ. നിനക്ക് എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ പരിചയം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ അവളെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ചർച്ചിൽ കാണാറുണ്ട് എന്നതായിരുന്നു അവന്റെ മറുപടി. അല്ല, ആ പെൺകുട്ടിക്ക് ആരെങ്കിലുമായിട്ട് അഫെയർ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നായിരുന്നു അവന്റെ മറുപടി. അതേ സമയമായിരുന്നു ആ ടെക്നിക്കലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പയ്യനില്ലേ ആന്റണി, അവനിൽ നിന്നും വിവേകിന് കോൾ വരുന്നത്. സർ, ഞായറാഴ്ച ദിവസം 12 കോൾ വന്നിട്ടുണ്ട്. അതിൽ 7 വെറോണി അങ്ങോട്ട് ചെയ്തതും ബാക്കി അവൾക്ക് ഇങ്ങോട്ട് വന്നതുമാണെന്നുള്ള കാര്യം ആ പയ്യൻ പറയുന്നു. സോഷ്യൽ മീഡിയ അക്കൗണ്ട് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വെറോണിക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്നുമില്ല. പക്ഷേ മറ്റാരുടെയോ അക്കൗണ്ട് വഴിയാണ് അവളുടെ ടിക്ടോക്ക് വീഡിയോ പോസ്റ്റ് ആയിരിക്കുന്നതെന്നും ആ ഒരു പയ്യൻ പറയുന്നു. ഇതെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വിവേകിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. റോഹന്റെ കൂട്ടുകാരനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആരോ തങ്ങളെ നിരീക്ഷിക്കുന്നത് പോലെയും പോലീസ് അടുത്തു വരുമോ എന്ന് പേടിച്ച് ഓടുന്നത് പോലെയുമൊക്കെ വിവേക് ഒരാളുടെ രൂപം കണ്ടിരുന്നു. അതാരാണെന്ന് വിവേക് ചിന്തിക്കും. അതേ സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ CCTV ഫുട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യുകയാണ്. അതിൽ നിന്നും ഓടിപ്പോയ പയ്യൻ മറ്റാരുമല്ല, റോഹനാണെന്നുള്ള കാര്യം വിവേകിന് മനസ്സിലായി. റോഹന്റെ കൂട്ടുകാരനെയാണല്ലോ ആദ്യം പിടിച്ച് ചോദ്യം ചെയ്തത്. അവൻ അടുത്തേക്ക് തന്നെ വന്നിട്ട് CCTV ഫുട്ടേജ് കാണിച്ചു കൊടുത്തിട്ട് ഈ പയ്യനെ അറിയുമോ എന്ന് ചോദിക്കും. ഇല്ല എന്നായിരുന്നു ആ പയ്യൻ പറയുന്നത്. അവനിട്ട് 2 കൊടുക്കുമ്പോഴോ അത് റോഹനാണെന്നുള്ള കാര്യം അവൻ സമ്മതിക്കുന്നു. റോഹന്റെ വീട്ടിലേക്ക് ചെന്ന വിവേക് റോഹനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അന്നേ ദിവസം രാത്രി ഉറങ്ങുവാനായി കിടക്കുന്ന വിവേക് വെറോണിയുടെ ടിക്ടോക്ക് വീഡിയോ കാണുന്നു. വീഡിയോ കാണുന്ന വിവേകിന് എന്തൊക്കെയോ ഐഡിയ തോന്നുകയാണ്. അടുത്ത ദിവസം രാവിലെ മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതായത് വെറോണി ടിക്ടോക്ക് ഷൂട്ട് ചെയ്ത അതേ സ്ഥലത്തേക്ക്. അതൊരു കാടായിരുന്നു. കാടിനുള്ളില് ചെറിയൊരു വീടുമുണ്ട്. വലിയ വലിയ പാറകളും ഒക്കെയുണ്ട്. ആ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കാറായ വീടിനുള്ളിൽ കയറി പരിശോധിക്കുന്ന സമയത്ത് വെറോണിയുടെ ഡ്രസ്സിന്റെ ഒരു കഷ്ണം അവിടെ നിന്ന് കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ എന്തോ നടന്നിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണമെന്നും വിവേക് തീരുമാനിക്കുന്നു. ഉടനെ തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥനെ അവിടേക്ക് വരുത്തിക്കുകയാണ്. ഫോറൻസിക് ഉദ്യോഗസ്ഥനും പരിശോധന ആരംഭിക്കുന്നു. അതേ സമയമായിരുന്നു ആ ഒരു ഏരിയയിലെ അത് മുഴുവൻ നോക്കി നടത്തുന്ന ഒരു സ്ത്രീയെ പോലീസ് ഉദ്യോഗസ്ഥൻ കൂട്ടിക്കൊണ്ടുവരുന്നത്. സാറേ, ഇവരാണ് ഈ ഒരു സ്ഥലമെല്ലാം നോക്കി നടത്തുന്നത്. ഇവരോടൊന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വെറോണിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, സാറേ, ഒരുപാട് പയ്യന്മാരും പെൺകുട്ടികളും ഇവിടെ വരാറുണ്ട്. കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അവരോട് എത്രയും വേഗം ഇവിടെ നിന്ന് പോകാൻ പറയും. എന്നാൽ ഞായറാഴ്ച ദിവസം ഈ പെൺകുട്ടി ഒരു പയ്യനൊപ്പം ഇവിടെ വന്നിരുന്നു. ദേ, ആ കാണുന്ന പാറയുടെ മുകളിൽ വരെ അവർ പോയി. പിന്നീട് താഴെ വന്ന് എന്റെ വീട്ടിൽ വന്ന് വെള്ളം കുടിച്ചിട്ടാണ് അവർ പോകുവാനായി ഇറങ്ങിയത്. ഞാൻ പറഞ്ഞു എത്രയും വേഗം ഇവിടെ നിന്ന് പോകണം, കാട്ടുമൃഗങ്ങളൊക്കെ ഇറങ്ങുമെന്ന്. അതനുസരിച്ച് അവരിവിടെ നിന്ന് പോവുകയാണ് ചെയ്തതെന്നും ആ ഒരു സ്ത്രീ പറയുന്നു. ആളിനെ കാണാൻ ഇതുപോലെയാണോ എന്ന് ചോദിച്ച് റോഹന്റെ ഫോട്ടോ കാണിക്കുമ്പോൾ, അല്ല, ഇതൊരു ചെറിയ പയ്യനല്ലേ. പക്ഷെ ആ പെൺകുട്ടിക്കൊപ്പം കണ്ടത് അത്യാവശ്യം പ്രായമുള്ള ഒരാളിനെയാ. നല്ല പൊക്കമുണ്ട്, കറുത്തിട്ടാണ് രൂപമെന്നും ആ സ്ത്രീ പറയുന്നു. അതേ സമയമായിരുന്നു ഫോറൻസിക് ഉദ്യോഗസ്ഥൻ ഓടി വന്നിട്ട് വിവേകിനെയൊക്കെ ആ പഴയ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ നിന്നും രക്തത്തുള്ളികൾ കണ്ടെത്തിയിരുന്നു. ആ ഒരു രക്തത്തുള്ളി വെറോണിയുടേതാണോന്ന് അന്വേഷിക്കുവാനായിട്ട് അയക്കുവാനായിട്ടും ഫോറൻസിക് ഉദ്യോഗസ്ഥനോട് പറയും. വിവേകിനെ ഉയർന്ന ഉദ്യോഗസ്ഥൻ വിളിപ്പിക്കുകയാണ്. ഉയർന്ന ഉദ്യോഗസ്ഥനെ കാണുവാനായി എത്തുന്ന വിവേകിനോട്, ഞാൻ ഇതുവരെയും ആരോടും ഒരു ഹെൽപ്പും ചോദിച്ചിട്ടില്ല. പക്ഷേ നിന്നോടൊരു ഹെൽപ്പ് ചോദിക്കുകയാണ്. നീ എഫിഷ്യന്റ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ആ അച്ഛന്റെയും മകന്റെയും കരച്ചിൽ കണ്ടിട്ട് എനിക്ക് അവരെ സഹായിക്കാതിരിക്കാൻ തോന്നിയില്ല. വാർത്തയൊക്കെ കണ്ട് പേടിച്ചത് കൊണ്ടാണ് അവൻ നിങ്ങളെയൊക്കെ കണ്ടിട്ട് അന്ന് പേടിച്ചോടിയതെന്നും ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു. ഇതാണ് അവർ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞ് അച്ഛനെയും മകനെയും അവിടേക്ക് വിളിപ്പിക്കുകയാണ്. റോഹനും അച്ഛനുമായിരുന്നു അത്. റോഹനോട് തനിയെ സംസാരിക്കണമെന്ന് പറഞ്ഞ് റോഹനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. നീയും വെറോണിയും തമ്മിൽ പ്രണയത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നാണ് റോഹൻ പറയുന്നത്. അല്ല, നാട്ടുകാരെല്ലാവരും പറയുന്നത് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്നായിരുന്നല്ലോ. അത് ഞാൻ അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞതാ. അവളെ ഒരുപാട് ആൺപിള്ളേര് നോക്കുന്നുണ്ട്. ആരും അവളെ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വെറോണിക്ക് ഗിത്താറൊക്കെ വായിക്കാൻ ഇഷ്ടമാ. അതുകൊണ്ടാ അവൾ എന്നോട് അവളുടെ വീട്ടിലേക്ക് വരാനൊക്കെ പറഞ്ഞതെന്നും റോഹൻ പറയുന്നു.
അല്ല, വെറോണി നിന്നെ പ്രണയിച്ചിട്ടുണ്ടോ എന്ന് വിവേക് ചോദിക്കുമ്പോൾ അവൾ എന്നെ പ്രണയിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവനൊരു കാര്യം പറയുന്നത്. അന്നേ ദിവസം ഗിത്താർ വായിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും കിസ് അടിക്കുന്നതായി കാണിച്ചില്ലേ? സത്യത്തിലത് എനിക്ക് ഗിഫ്റ്റായിട്ട് ഒരു ഉമ്മ തരുമോ എന്ന് റോഹൻ പറയുന്ന സമയത്ത് കവളിൽ ഉമ്മ കൊടുക്കുവാനായിട്ട് വെറോണി പോകും. എന്നാൽ റോഹനാണെങ്കിലോ ലിപ് കിസ് അടിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ദേഷ്യമെന്ന വെറോണി അവനെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് താഴേക്ക് പോകും. അവളെ സമാധാനിപ്പിക്കുവാനായി പോകുന്ന റോഹനാണെങ്കിലോ വീണ്ടും അവളെ പിടിച്ച് കിസ് ചെയ്യുവാനായി ഒരുങ്ങുകയാണ്. വെറോണി അവനിട്ട് നല്ലത് കൊടുക്കും. അവൾക്കും എന്നെ ഇഷ്ടമാണെന്ന് കരുതിയാ ഞാൻ അങ്ങനെ ചെയ്യുവാനായിട്ട് ഒരുങ്ങിയത്. അല്ലാതെ അവൾക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം റോഹൻ തുറന്നു പറയുന്നു. അവൾ വിവാഹം കഴിക്കുവാനായിട്ട് ഇരുന്നത് ടോണിയല്ലേ? ടോണിയെ പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ടോണിയുടെ കാര്യം പറയുവാനായിട്ട് തുടങ്ങുന്ന സമയത്തെത്രയും എന്നോട് അതൊന്നും പറയരുതെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറും. അവൾ വേറെ ആരെങ്കിലും പ്രണയിച്ചിരുന്നോ എന്ന് വിവേക് ചോദിക്കുമ്പോൾ മറ്റാരെയും അവൾ പ്രണയിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് റോഹൻ പറയുന്നത്. വെറോണിയുടെ ഡ്രസ്സിന്റെ പീസൊക്കെ കിട്ടിയിരുന്ന കാടിനുള്ളിലുള്ള ആ ഒരു ചെറിയ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായിട്ടുള്ള വീടില്ലേ, ആ ഒരു വീടിനെ കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥരോട് ആദ്യം പറഞ്ഞു കൊടുത്തത് ഒരു ഡോക്ടറായിരുന്നു. ആ ഡോക്ടറിനെ കാണുവാൻ വേണ്ടിയിട്ട് വിവേകും രാമനും എത്തുകയാണ്. സാർ എങ്ങനെയാണ് അന്ന് ആ ഒരു തുണിയുടെ കഷ്ണം അവിടെ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആ ഒരു കാടിനടുത്തായിട്ട് ചെറിയ എസ്റ്റേറ്റ് ഉണ്ട്. എസ്റ്റേറ്റ് നോക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും അവിടേക്ക് പോകാറുണ്ട്. അങ്ങനെ പോകുന്ന സമയത്താണ് ആ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീടിനുള്ളിൽ നിന്നും ഈ ചെറിയ തുണി കഷ്ണം കണ്ടെത്തിയത്. അങ്ങനെ എനിക്ക് സംശയം തോന്നിയാണ് ഞാൻ പോലീസിൽ വിവരം അറിയിച്ചതെന്നും ഡോക്ടർ പറയുന്നു. വിവേക് തന്റെ കണ്ടെത്തലുകൾ ഡോക്ടറിനോട് പറയുകയാണ്. ആ പെൺകുട്ടി അന്ന് അവിടേക്ക് ചെന്നത് ഒരു പയ്യനൊപ്പമാണെന്ന് പറയുന്നുണ്ട്. അഥവാ അവളെ കൊല്ലുവാനായിട്ടാണ് അവൻ അവിടേക്ക് കൊണ്ടുപോയതെങ്കിൽ ഉറപ്പായിട്ടും അവളെ കൊന്നിട്ട് അവിടെ ഉപേക്ഷിക്കുമായിരുന്നു. പക്ഷേ അവളുടെ ഡെഡ് ബോഡി കിട്ടിയത് വേറെ സ്ഥലത്തു നിന്നാണ്. ഒന്നുകിൽ ആ നാട്ടിൽ തന്നെയുള്ള ആരോ കൊന്നിട്ട് അവിടെ നിന്നും ദൂരെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു കാണും. അതായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് വിവേക് പറയുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞ വീടും കാടുമൊക്കെ നോക്കി നടത്തുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവർക്ക് 3 ആൺമക്കളുണ്ട്. ആ 3 ആൺമക്കളും കാട്ടിലൊക്കെ വേട്ടയാടിയാണ് ജീവിക്കുന്നതും. ഇനി അവരായിരിക്കുമോ ഇതിന് പിന്നില് എന്നുള്ള സംശയം ഡോക്ടർ വിവേകിനോട് പറയുന്നു. അത് ഉറപ്പിക്കണമെങ്കിൽ ബ്ലഡ് സാമ്പിളിന്റെ റിസൾട്ട് വരണമെന്ന് വിവേക് പറയുമ്പോൾ എന്തിനാ അത്രയും താമസിക്കുന്നത്, അവരെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യണമെന്നും ഡോക്ടർ പറയുന്നു. അതനുസരിച്ച് 3 മക്കളിൽ മൂത്തവനെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയാണ്. അയാൾക്കാണെങ്കിലോ വല്ലാത്ത ദേഷ്യം. ഡെഡ് ബോഡി അവിടെ നിന്ന് കിട്ടിയോ ഇല്ലല്ലോ, പിന്നെ എന്തർത്ഥത്തിലാണ് എന്നെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാണ് അവൻ വല്ലാതെ ബഹളമുണ്ടാക്കുന്നത്. അതേ സമയമായിരുന്നു ഫോറൻസിക് ഉദ്യോഗസ്ഥരിൽ നിന്നും കോൾ വരുന്നത്. ബ്ലഡ് സാമ്പിളിന്റെ റിസൾട്ട് വന്നു. അത് മനുഷ്യന്റെ ബ്ലഡ് അല്ല, മൃഗത്തിന്റേതാണെന്ന്. അതോടുകൂടി ഇനി അയാളെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. വെറോണിയെ 1 വർഷം മുൻപ് കാണാതെ പോയെന്ന് പറഞ്ഞ് അവർ കംപ്ലൈന്റ് കൊടുത്തിരുന്നല്ലോ. നേരത്തെ ടോണി പറഞ്ഞിരുന്നു ഇടയ്ക്ക് വെറോണി വീട്ടിൽ നിന്നും ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തെന്ന്. ആ ഒരു FIR ഫയലും എടുത്ത് പരിശോധിച്ച് നോക്കുകയാണ്. ആ സീൻ ഇവിടെ കട്ടായി വെറോണി എന്ന് കാണാതായ ദിവസത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. രാവിലെ വെറോണി അന്വേഷിച്ചിറങ്ങുകയാണ് വെറോണിയുടെ അമ്മ. അവളെ എത്ര തന്നെ വിളിച്ചിട്ടും അവളെ അവിടെ ഒന്നും കാണുന്നതേയില്ല. അതേ സമയമായിരുന്നു അവിടെ പുതുതായിട്ട് താമസത്തിന് വന്നതായിരുന്നു ഈ ടോണി. ടോണിയാണെങ്കിലോ വെള്ളമില്ല എന്ന് പരാതി പറയുവാനായി വരുന്ന സമയത്താണ് വെറോണിയുടെ അമ്മ വെറോണിയെ അന്വേഷിക്കുന്നത്. ടോണിയും അങ്ങനെ കൂടെ ചേരുകയാണ്. വെറോണിയെ ഒരുപാട് അന്വേഷിച്ചിട്ടും കാണാത്തത് കൊണ്ട് തന്നെ ടെൻഷനായ അമ്മ ടോണിയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കംപ്ലൈന്റ് കൊടുക്കുന്നു. എന്നിട്ട് ഒരു കോൺസ്റ്റബിളിന്റെ സഹായത്തോടു കൂടി ലോഡ്ജ് മുഴുവൻ പരിശോധിക്കുകയാണ്. പക്ഷേ വെറോണി അവിടെയൊന്നും കണ്ടില്ല. അത് കാരണം വെറോണിയുടെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേ ദിവസം രാത്രി വെറോണി തന്റെ റൂമിൽ എന്തൊക്കെയോ പരിശോധിക്കുകയും അമ്മയെ കണ്ട് ഷോക്കായി നിൽക്കുകയും ചെയ്യുന്നു. ആ സീൻ അവിടെ കട്ടായി വിവേകിനെയാണ് കാണിക്കുന്നത്. വിവേക് തന്നെ ഹെൽപ്പ് ചെയ്യുന്ന അലക്സിനൊപ്പം നിന്ന് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അലക്സ് ആണെങ്കിലോ വെറോണിയുടെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. വിവേക് പറയുന്നത് അവളുടെ അമ്മ പെട്ടെന്ന് ഒരു ദിവസം വന്ന് കംപ്ലൈന്റ് പിൻവലിച്ചു. വെറോണി വന്നോ, അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്നൊന്നും പറയാതെയാണ് കംപ്ലൈന്റ് പിൻവലിച്ചത്. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിക്കുന്നു. അതിനുശേഷം നേരെ പോകുന്നത് വെറോണിയുടെ കോളേജിലേക്കാണ്. വെറോണിയുടെ കൂട്ടുകാരികളോടൊക്കെ വെറോണിയെ കുറിച്ച് അന്വേഷിക്കും. ടോണിയെ കുറിച്ച് ചോദിക്കുമ്പോഴോ ടോണി അവൾക്ക് ഒട്ടും ഇഷ്ടമേയല്ല. ടോണിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വിഷയം മാറ്റും. അവൾക്ക് ഈ ഒരു വിവാഹത്തിനും താല്പര്യമില്ല എന്നുള്ള കാര്യമൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നുവെന്നും കൂട്ടുകാരി പറയുന്നു. വിവേകിന് ടോണിയെ നല്ല സംശയം തോന്നുന്നു. ടോണിയുടെ കോൾ ഡീറ്റെയിൽസ് എടുക്കുവാനായിട്ടും അലക്സിനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അലക്സ് കോൾ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടുവന്ന് വിവേകിനെ ഏൽപ്പിക്കും. വെറോണി കാണാതായ ദിവസം ഒരു നമ്പറിൽ നിന്നും ഒരുപാട് കോൾ വന്നിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കുമ്പോഴോ ടോണിയെ എനിക്കറിയത്തില്ല, പക്ഷേ എന്റെ കൂട്ടുകാരൻ അറിയാമെന്നായിരുന്നു കോൾ എടുത്ത പയ്യൻ പറയുന്നത്. ആ പയ്യനാണെങ്കിലോ വിവേകിന് തന്റെ കൂട്ടുകാരന്റെ നമ്പരും കൊടുക്കുന്നു. ആ സീൻ അവിടെ കട്ടായി വെറോണിയെ കാണാതായ ദിവസത്തെ കാര്യമാണ് കാണിക്കുന്നത്.
വെറോണിയാണെങ്കിലോ തന്റെ ആന്റിയുടെ വീട്ടിൽ പോകുവാനായിട്ട് റെഡിയായി നിൽക്കുന്ന സമയം ടോണിക്കടുത്തേക്ക് വരികയാണ്. ടോണിയാണെങ്കിൽ തന്റെ കൂട്ടുകാരനൊപ്പം മദ്യപിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ ആന്റിക്ക് അടുത്തേക്ക് പോവുകയാണ്, 7 മണിയാകുമ്പോൾ എന്നെ വന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. ആ സീൻ അവിടെ കട്ടായി വിവേകിനെയാണ് കാണിക്കുന്നത്. വിവേക് ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് ടോണിയെ ചോദ്യം ചെയ്യണം, അതിനു വേണ്ടിയിട്ടുള്ള അനുമതി നൽകണമെന്നും പറയുന്നു. അങ്ങനെ ഉയർന്ന ഉദ്യോഗസ്ഥൻ അനുമതി നൽകുകയാണ്. അതനുസരിച്ച് ഏഞ്ചൽ ലോഡ്ജിലേക്ക് എത്തുകയാണ് വിവേകും കൂട്ടരും. ടോണി അവിടെ ആകെ അന്വേഷിക്കും. ടോണിയെ അവർ ലോഡ്ജിൽ അന്വേഷിക്കുന്ന സമയത്ത് വെറോണിയുടെ ഡെഡ് ബോഡി കിട്ടിയ സ്ഥലമാണ് കാണിക്കുന്നത്. അവിടുത്തെ ടോണിയുടെ ബൈക്ക് കിടക്കുന്നുണ്ട്, ചെരുപ്പ് കിടക്കുന്നുണ്ട്. ടോണിയും അവിടെ കഴുത്തറുത്ത നിലയിൽ മരണപ്പെട്ട് കിടക്കുകയാണ്. ടോണിയുടെ കയ്യിൽ കത്തിയുമുണ്ട്. ടോണിയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ്. ടോണി ആത്മഹത്യ ചെയ്തതാണെന്ന നിഗമനത്തിലും പോലീസുകാർ എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ ടോണിയെ സംശയമുണ്ടായിരുന്ന പോലീസുകാർ ടോണിയാണ് വെറോണിയുടെ മരണത്തിന് പിന്നിലെന്ന് കേസും ക്ലോസ് ചെയ്യുകയാണ്. പക്ഷെ എന്നാലും വിവേകിന് നല്ല ടെൻഷനുണ്ട്. വിവേകിന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടോണിയല്ല ഇതിന് പിന്നിലെന്നാണ്. വെറോണിയുടെ മരണത്തിന് പിന്നില് മറ്റാരോ ഉണ്ടെന്നുള്ള സംശയം വിവേകിന് നല്ല രീതിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ടോണിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ വിവേകിനെ വിളിക്കുന്നത്. ടോണി മരിക്കുന്നതിന് മുൻപ് അമിതമായിട്ട് മദ്യപിച്ചിരുന്നു. അവൻ കുടിച്ചത് വെച്ചാണെങ്കിൽ അതിൽ തന്നെ അവൻ മരിക്കാനായിട്ടുള്ള കാരണമുണ്ട്. പക്ഷേ അതിനു മുൻപാണ് കഴുത്തറുത്തിരിക്കുന്നത്. അതിന് പിന്നിൽ വേറെന്തോ കാരണമുണ്ട്. മാത്രവുമല്ല ടോണിയുടെ ചൂണ്ടുവിരലിലായിട്ട് നീല കളർ മഷിയും പരന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. നിങ്ങൾ എന്തായാലും ടോണിയുടെ പേരിൽ കേസൊക്കെ അങ്ങ് ക്ലോസ് ചെയ്തില്ലേ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നു. അതെല്ലാം കേൾക്കുന്നതോടുകൂടി വിവേകിന് നല്ല സംശയമുണ്ടാവുകയാണ്. വിവേക് കേസ് റീഓപ്പൺ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് SP അടുത്തേക്ക് എത്തുന്നു. പക്ഷേ SP ആണെങ്കിൽ അതിനൊട്ടും സമ്മതിക്കുന്നതേയില്ല. IG ഈ ഒരു കേസ് ഫയൽ ക്ലോസ് ചെയ്തതാണ്, ഇനി നമ്മളായിട്ട് അത് ഓപ്പൺ ചെയ്യണ്ട എന്ന് പറഞ്ഞാണ് വിവേകിനെ വഴക്ക് പറയുന്നത്. വിവേകിന് ആകെ ടെൻഷൻ. വീട്ടിലെത്തിയിട്ടും വിവേകിന് സമാധാനമേ ഇല്ല. വിവേക് തന്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്ന പയ്യനോട് ഈ ഒരു കാര്യമൊക്കെ പറയുന്നു. മാത്രവുമല്ല ഈ ടോണി മരിക്കുന്നതിന് മുൻപായിട്ട് ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരുന്നു. ആ ഒരു കുറിപ്പ് വിവേകിന്റെ കൈവശം കിട്ടിയിരുന്നു. അതവൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കുറിപ്പ് ആ പയ്യന് കാണിച്ചു കൊടുക്കുകയാണ്. ആത്മഹത്യാക്കുറിപ്പിൽ ടോണി എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: വെറോണി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ നീ ഇതുവരെയും എന്നെ ഒന്ന് സ്നേഹിച്ചിട്ട് പോലുമില്ല. എന്നാൽ എല്ലാവരും പറയുന്നത് ഞാനാണ് നിന്നെ കൊന്നതെന്ന്. എനിക്കൊരിക്കലും അത് ചെയ്യാൻ കഴിയില്ല. കാരണം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അന്ന് ഞാൻ നിനക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ജീവിതത്തിൽ എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, നിനക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല. മരിച്ചിട്ടെങ്കിലും എനിക്ക് നിനക്കൊപ്പം നിൽക്കാൻ കഴിയുമല്ലോ. ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. ഞാൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് ആരും അന്വേഷിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ലെറ്റർ അവസാനിപ്പിക്കുന്നത്. അത് ഫോട്ടോ എടുത്ത് വെച്ചിരുന്നത് വിവേക് ആ പയ്യന് കാണിക്കുകയായിരുന്നല്ലോ. അതിന്റെ യഥാർത്ഥ ലെറ്റർ ആണെങ്കിൽ SP കൈവശം ഉണ്ടായിരുന്നു. പക്ഷേ SP എങ്ങനെയെങ്കിലും കേസ് ക്ലോസ് ചെയ്യണമല്ലോ. അതുകൊണ്ട് SP അത് കത്തിച്ച് കളയുകയാണ് ചെയ്തത്. ഈ കാര്യമെല്ലാം വിവേക് ഹെൽപ്പർ പയ്യനോട് പറയും. സാറ് കേസ് അന്വേഷിക്കണമെന്ന് ആ പയ്യൻ സപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ വിവേക് ആണെങ്കിലോ കേസ് അന്വേഷിക്കുവാനായും ആരംഭിച്ചു. വിവേക് നേരെ എത്തുന്നത് ഏഞ്ചൽ ലോഡ്ജിലേക്കാണ്. ഏഞ്ചൽ ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റായ ജോണിനെ ചോദ്യം ചെയ്യുന്നു. ജോൺ പറയുന്നത് വെറോണി എപ്പോഴും റിസപ്ഷനിലേക്ക് വരുമായിരുന്നു. എന്നിട്ട് അവിടുത്തെ ഫോൺ എടുത്ത് ആരെയോ കോൾ ചെയ്യും. ഫോൺ ചെയ്യുന്ന സമയത്തെല്ലാം TV വോളിയം ഉറക്കെ വെക്കും. അത് കേൾക്കുമ്പോൾ വെറോണിയുടെ അമ്മ വന്നിട്ട് വോളിയം കുറയ്ക്കുവാനായിട്ടും വെറോണി അവിടെയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കള്ളം പറയുവാനായിട്ട് ജോണിനോട് പറയുന്നു. അടുത്ത ദിവസവും വെറോണി റിസപ്ഷനിലേക്ക് വരുമായിരുന്നു. എന്നിട്ട് ലാൻഡ് ഫോൺ എടുത്ത് ആരെയോ കോൾ ചെയ്യും. അതേസമയമായിരുന്നു ടോണി അവിടേക്ക് വരുന്നത്. നീ ആരെയാ കോൾ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ വെറോണി കോൾ കട്ട് ചെയ്യും. ടോണി റീഡയൽ ചെയ്തു നോക്കുന്ന സമയത്ത് ഇതിന്റെ ആവശ്യമൊക്കെ നിനക്കെന്താന്ന് ചോദിച്ച് വെറോണി വഴക്ക് പറയുന്നു. എന്തായാലും നീ സംസാരിച്ചോ, അവസാനം കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നെ തന്നെയല്ലേ, അതുവരെ നീ ആരോട് വേണമെങ്കിലും സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ടോണി അവിടെ നിന്ന് പോകുന്നത്. വെറോണിക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരും. ഇതാണ് ആ പയ്യൻ പറഞ്ഞ കാര്യം. എന്നാൽ വെറോണി ആരോടാണ് ഫോണിൽ സംസാരിക്കുന്നതെന്ന് ഇതുവരെയായിട്ടും വിവേകിന് അറിയത്തില്ലല്ലോ. മൊബൈൽ ഫോണിൽ വിളിച്ചിരുന്നെങ്കിൽ ആരെയാണ് വിളിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താം. പക്ഷേ ലാൻഡ് ലൈൻ വഴി വിളിക്കുന്നത് ആരെയാണെന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നും ഹെൽപ്പ് ചെയ്യുന്ന പയ്യൻ പറയുന്നുണ്ട്. വിവേക് അവിടെ നിന്നും നേരെ പോകുന്നത് ആ കാടിനുള്ളിൽ ഒരു സ്ത്രീയും അവരുടെ 3 ആൺമക്കളും ഉണ്ടല്ലോ, അവരെ കാണുവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവരെ വെറോണിയുടെ കാര്യം പറഞ്ഞ് ചോദ്യം ചെയ്യും. 1 വർഷമായി വെറോണി മരിച്ചിട്ട്. 1 വർഷം മുൻപ് മരിച്ച പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ തുറന്നു പറയണമെന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളെ ഈ ഒരു കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുതെന്നൊക്കെ പറയുമ്പോൾ അവരുടെ അമ്മയാണെങ്കിലോ എന്തോ പറയുവാനായിട്ട് ഒരുങ്ങുന്നു. എന്നാൽ രണ്ടാമത്തെ മകനാണെങ്കിൽ അമ്മയെ കാലുകൊണ്ട് തട്ടുകയാണ്. അതേസമയം അവിടേക്ക് മൂത്ത മകൻ വരും. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോകണമെന്ന് മൂത്ത മകൻ പറയും. ഇനി ഇവരുടെ ഭാഗത്തു നിന്നും ഒന്നും അറിയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ വിവേക് ദേഷ്യപ്പെട്ടാണ് അവിടെ നിന്ന് പോകുന്നത്.
വിവേക് പോയ ഉടനെ തന്നെ മൂത്ത മകൻ രണ്ടാമത്തെ മകനെ തല്ലുന്നു. നീ എന്തിനാണ് അമ്മയെ ചവിട്ടിയത് എന്ന് ചോദിച്ചാണ്. മൂന്ന് മക്കളും ചേർന്ന് വലിയ അടി നടക്കുകയാണ്. എന്നാൽ അവരെ തടയുവാനായിട്ട് അമ്മ നോക്കുന്ന സമയത്തോ രണ്ടാമത്തെ മകനാണെങ്കിൽ അമ്മയെ പിടിച്ചു തള്ളും. അമ്മ തറയിലേക്ക് വന്ന് വീഴുകയാണ്. മൂന്ന് മക്കളും അമ്മയെ തന്നെ ഞെട്ടി നോക്കി നിൽക്കുന്നു. ആ സീൻ അവിടെ കട്ടായി വെറോണിയാണ് കാണിക്കുന്നത്. വെറോണി മരണപ്പെടുന്ന ദിവസം എവിടെ പോകുവാനായിട്ട് ഡ്രസ്സ് ചെയ്തിറങ്ങുകയാണ്. എന്നിട്ട് നേരെ റിസപ്ഷനിലേക്ക് എത്തിയിട്ട് ആരെയോ കോള് ചെയ്യുന്നു. അത് മറ്റാരെയുമല്ല, എഴുത്തുകാരനായ നാസറിനെ തന്നെയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൾ കോള് കട്ട് ചെയ്ത് കളയുന്നതും. പിന്നീട് എന്ത് സംഭവിച്ചു, വെറോണിയുടെ മരണത്തിന് പിന്നിൽ ആരൊക്കെയാണ് എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ മറക്കരുതേ. ബായ്.